Hello students, നമ്മൾ ഇന്ന് ആ സ്ട്രക്ചറിൻ്റെ അസൈൻമെൻറ്റ് തന്ന അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സ്ട്രക്ചറിൻ്റെ ഡിസ്കഷൻ്റെ കൂടെ ഒരു 5 പ്രോഗ്രാംസ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു സ്ട്രക്ചർ എംപ്ലോയി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെമ്പർ വേരിയബിൾസിന് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെയിം, ഏജ്, ബേസിക്സ്, DA, HR, ടോട്ടൽ സാലറി. ടോട്ടൽ സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഫോർമുല പറഞ്ഞു. പിന്നെ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സിനെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നെയിം, സ്ട്രിങ്, ഇൻഡ്, ഏജ്, ബാക്കിയെല്ലാം ഞാൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എംപ്ലോയിയുടെ ഒരു എംപ്ലോയി അത്രയേ ഉള്ളൂ, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. ഏജ് integer, basic floating point, and DA floating point, and HRA floating point. ഓക്കെ, അപ്പം ഇവിടെ നെയിമിനും അത് നമ്മൾ ആംപർസെൻ്റ് അല്ല, അത് സ്ട്രിങ് ആയതുകൊണ്ട്. ഇനി ടോട്ടൽ സാലറി ആ ഫോർമുല വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം അപ്പോൾ എൻ്റെ റീഡിങ്ങും കാൽക്കുലേഷനും അവിടെ തീർന്നു. അതിനുശേഷം ഞാൻ എല്ലാ വാല്യൂസും പ്രിൻറ്റ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്ത് ഞാൻ എല്ലാ എംപ്ലോയി നെയിം, ഏജ്, ബേസിക്, DA, HRA, ടോട്ടൽ സാലറി ഡിസ്പ്ലേ ചെയ്യുന്നു. സോ അതോടുകൂടി എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ, സോ ഞാൻ മെയിൻ ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. നെയിം ഞാൻ സന്തോഷ്, 35 ഏജ്, 10,000 സാലറി, 50% DA, HRA 10%. അതിനുശേഷം ഞാൻ ആ ഡിസ്പ്ലേ ആണ്. സന്തോഷ് പേര്, ഏജ് 35, ബേസിക് സാലറി 10,000, then DA 50, HRA 10, ടോട്ടൽ സാലറി 16,000. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. സോ നമ്മൾക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ക്രിയേറ്റ് എ സ്ട്രക്ചർ കോംപ്ലക്സ്. ഓക്കെ, വിത്ത് മെമ്പർ വേരിയബിൾ, റിയൽ ആൻഡ് ഇമേജ്. ഓക്കെ, രണ്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ് ഒരു കോംപ്ലക്സ് നമ്പറിന് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മെമ്പർ വേരിയബിൾസിന്, റിയലിനും ഇമാജിനറി എന്നും പറഞ്ഞ് 2 മെമ്പർ വേരിയബിൾ. പെർഫോം അഡീഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് യൂസിങ് സ്ട്രക്ചർ വേരിയബിൾസ്. അപ്പോൾ ഞാനൊരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു, കോംപ്ലക്സ്. അതിൻ്റെ അകത്ത് 2 മെമ്പേഴ്സ്, റിയലും ഇമാജിനറിയും ഇൻറ്റിജർ മെമ്പേഴ്സാണ്. ഓക്കെ, ഇനി ഞാൻ മെയിനിൽ ഞാൻ 3 കോംപ്ലക്സിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. കോംപ്ലക്സിൻ്റെ 3 വേരിയബിൾസ് A, B ആൻഡ് C. എന്തിനാണ് ഈ 2 കോംപ്ലക്സ് നമ്പറിനെ റീഡ് ചെയ്യാനും ഇനി 3ാമത് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എയുടെ റിയലും ഇമാജിനറി പാർട്ടും ഞാൻ റീഡ് ചെയ്യുന്നു. ഓക്കെ, A ഡോട്ട് റിയൽ ആൻഡ് A ഡോട്ട് ഇമാജിനറി ഞാൻ റീഡ് ചെയ്യുന്നു. ഇനി ബിയുടെ റിയലും ഇമാജിനറി പാർട്ടും ഞാൻ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. C ഡോട്ട് റിയൽ എന്ന് പറയുന്നത് A ഡോട്ട് റിയൽ പ്ലസ് B ഡോട്ട് റിയൽ. ഇനി C ഡോട്ട് ഇമേജ് is equal to A ഡോട്ട് ഇമേജ് പ്ലസ് B ഡോട്ട് ഇമേജ്. ഓക്കെ, സോ പ്രിൻ്റ് ഓഫ് A is equal to, ഇപ്പം ഞാൻ ആ കോംപ്ലക്സ് നമ്പർ 3 ഞാൻ പ്രിൻ്റ് ചെയ്യുക. എയും ബിയും സിയും. സി എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. റിയലും ഇമാജിനറി പാർട്ടും ഞാൻ 2നെ ആഡ് ചെയ്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സിയുടെ റിയലും സിയുടെ ഇമാജിനറി പാർട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എയും ബിയും സിയും ഡിസ്പ്ലേ ചെയ്യുന്നു. A is equal to A ഡോട്ട് റിയൽ പ്ലസ് A ഡോട്ട് ഇമാജിനറി I. അല്ലേ, ഇമാജിനറി പാർട്ട് അതിൻ്റെ കൂടെ ഒരു ഐയും കൂടെ കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ലേ അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ഫോർമാറ്റ്, A പ്ലസ് BI എന്നല്ലേ. ഓക്കെ, അപ്പോൾ ബി 2ാമത്തെ കോംപ്ലക്സ് നമ്പറും അതേപോലെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. 3ാമത്തെ കോംപ്ലക്സ് നമ്പറും, അതായത് സം ചെയ്ത കോംപ്ലക്സ് നമ്പറും ഞാൻ അതേപോലെ പ്രിൻ്റ് ചെയ്തു. എല്ലാം ഓരോ ലൈനിലായിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ഔട്ട്പുട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. എൻ്റെ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് A ഞാൻ അപ്പോൾ 2 നമ്പർ കൊടുത്തു, 20യും 50യും. എൻ്റെ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് B, അപ്പം ഞാൻ റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടിനും 2 നമ്പർ ഞാൻ കൊടുത്തു. ഓക്കെ, സോ എൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം 3 നമ്പറും ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ്. A is equal to 20 plus 50 ആയി. 20 റിയൽ പാർട്ട്, 50 ഇമാജിനറി പാർട്ട്, എയുടെ കോംപ്ലക്സ് നമ്പർ. B എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അപ്പോൾ 10ഉം 30ഉം ആണ്. 10 plus 30 ആയി. ഓക്കെ അല്ലേ, 10ഉം 30ഉം ഇവിടെ പ്രിൻ്റ് ചെയ്യുകയാണ്.
then C is equal to 30 plus 80i. അത് രണ്ടും കൂടെ ആഡ് ചെയ്തു അല്ലേ, റിയൽ പാർട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 20 plus 10 30, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 80i. അപ്പോൾ ഇത് മൂന്നും നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പൂർണ്ണം. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ തേർഡ് പ്രോഗ്രാം. തേർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ എംപ്ലോയി എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷെ അവിടെ n എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നേരത്തെ പോലെ തന്നെ. പക്ഷേ ഇവിടെ n എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അതുമല്ല ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ടോട്ടൽ സാലറി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നേരത്തെ പോലെ അതിൽ വ്യത്യാസമൊന്നുമില്ല, സ്ട്രക്ചർ അതേ സ്ട്രക്ചർ തന്നെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്ട്രക്ചർ. പക്ഷേ ഇവിടെ ഒരു ടോട്ടൽ സാലറിയുടെ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് മെയിനിലോട്ടൊന്ന് പോവാം. മെയിനിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. സ്ട്രക്ട് എംപ്ലോയി, അപ്പം നമുക്ക് n എംപ്ലോയീസ് ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഒരു എംപ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ 25 മെമ്പേഴ്സ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 25 എംപ്ലോയീസിനെ വരെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. അപ്പം ഞാൻ രണ്ട് വേരിയബിൾ ഐ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് n നമ്പർ ഓഫ് എംപ്ലോയീസ്, ഹൗ മെനി എംപ്ലോയീസ് ഞാൻ റീഡ് ചെയ്തു. ഓക്കെ, എന്നിൽ റീഡ് ചെയ്തു. ഇനി ഞാൻ ഐ ഫോർ ലൂപ്പിൽ വേരി ചെയ്തിട്ട് എല്ലാ നെയിമും ഏജും നേരത്തെ പോലെ ബേസിക് DA HRA എല്ലാം റീഡ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കേസേ ഉള്ളൂ, ഞാൻ അറേ ആണ്. അതുകൊണ്ട് emp_i.name, emp_i.age, emp_i.basic അങ്ങനെ നമ്മൾ ഇൻഡെക്സ് കൊടുത്തു വേണം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അത് ഓരോ പ്രാവശ്യവും ആ ലൂപ്പിൻ്റെ അകത്ത് തന്നെ ഞാൻ ഫസ്റ്റ് റീഡ് ചെയ്ത് അതിൻ്റെ ബേസിക്കും DAയും HRAയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ടോട്ടൽ സാലറിയും കൂടെ കണ്ടുപിടിക്കുന്നു. എംപ്ലോയി ടോട്ടൽ സാലറി ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ സാലറിയും കൂടെ കണ്ടുപിടിക്കും. അടുത്ത ലൂപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ n എംപ്ലോയീസിനെ നമുക്കവിടെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലൂപ്പ് കഴിയുമ്പോഴത്തേക്കും എല്ലാ എംപ്ലോയീസിനെയും റീഡ് ചെയ്ത് കഴിഞ്ഞു, അവരുടെ എല്ലാം ടോട്ടൽ സാലറിയും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്, ഡിസെൻഡിങ് ഓർഡറിലാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷനിലേക്ക് സോർട്ട് എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ആ ഫംഗ്ഷനിലേക്ക് ഞാൻ ആ സ്ട്രക്ചർ അറേ ഞാൻ പാസ് ചെയ്തു. എംപ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ അറേ അല്ലേ, എംപ് എന്നാണ് സ്ട്രക്ചറിൻ്റെ പേര് അറേയുടെ. അപ്പോൾ ആ സ്ട്രക്ചറിനെയും ഞാൻ പാസ് ചെയ്തു. നമ്മൾ അറേ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡെക്സ് വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേര് മാത്രം മതി. അപ്പോൾ പേര് നമ്മൾ കൊടുത്തു. ഇനി എത്ര എലമെൻറ്റ്സ് ആണെന്നുള്ളത് എന്നും ഞാൻ പാസ് ചെയ്തു. ഇനി അതിനുശേഷം ഞാൻ അറേ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുകയാണ്, അതിൻ്റെ സ്ട്രക്ചർ എലമെൻറ്റ്സ് മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ നെയിം, ഏജ്, ബേസിക് സാലറി, HRA ഒരു ടാബ് സ്പേസ് ഇട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്തു. ആ ഫീൽഡുകളെല്ലാം നെയിം നമ്മൾ റീഡ് ചെയ്ത് ഫീൽഡുകളൊക്കെ തന്നെയാണിത്. അതിനുശേഷം ഒരു ലൂപ്പിൽ ഞാൻ എല്ലാ വാല്യൂസും ഡിസ്പ്ലേ ചെയ്യുകയാണ്. emp_i.name, emp_i.age, emp_i.basic, emp_i.da, emp_i.hra, emp_i.total salary അങ്ങനെ എല്ലാം നമ്മൾ ഒരു ലൈനിൽ തന്നെ. ഇവിടുന്ന് ഞാൻ /t ആണ്, /n അല്ല. അതുകൊണ്ട് ഇതും സെയിം ലൈനിൽ തന്നെ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത printf കൊടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നും ഒരു ലൈനിൽ പ്രിന്റ് ചെയ്യും, ഇതും അതേ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യും. സോ ഇതിന് താഴെ എല്ലാം പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു റോ പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ /n ഉണ്ട്. അപ്പം അത് അടുത്ത ലൈനിലേക്ക് പോകും, അതായത് അടുത്ത എംപ്ലോയി അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. എംപ്ലോയീസ് എത്ര, ഹൗ മെനി എംപ്ലോയീസ് 3, ഞാൻ സാം 30 ഏജ് 10,000 50% DA HRA 10%, ആൻഡ് രണ്ടാമത്തെ എംപ്ലോയി 40 20,000 സാലറി 50% DA HRA 10%, ബെൻ 50 ഏജ് സാലറി 30,000 DA 50% HRA 10. സോ അതിന് ശേഷം അതിനെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇതാ ടൈറ്റിലാണ് ഒരു പ്രാവശ്യം മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ടാബ് സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ക്യാപ്പ് ഇട്ട് ടാബ് സ്പേസിൽ വരുന്നത്.
ഓക്കെ. അതിന് ശേഷം ഓരോ റോയിലും ഒരു റോയിൽ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ആദ്യത്തെ ആ പ്രിൻ്റ് എഫ് ഈ 3 എണ്ണത്തിനെയും പ്രിൻറ്റ് ചെയ്യും, രണ്ടാമത്തെ പ്രിൻ്റ് എഫ് ഈ 3 എണ്ണത്തിനെയും പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം സ്ലാഷൻ അടുത്ത ലൈനിലേക്ക് പോയിട്ടാണ് അടുത്ത എംപ്ലോയിയെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രിൻറ്റ്. അപ്പോൾ നമ്മൾ ആ സോർട്ടിങ് കണ്ടില്ല, ആ സോർട്ടിങ് കൂടി ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ വിളിച്ചത് സോർട്ട് സ്ട്രക്ചറും പാസ് ചെയ്തു, നമ്പർ ഓഫ് എലമെൻസും പാസ് ചെയ്തു. അപ്പോൾ ഈ സ്ട്രക്ചറിലേക്ക് വന്നപ്പോഴത്തേക്കും നോക്കിക്കേ, വോയിഡ് സോർട്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഏത് ടൈപ്പാണെന്ന് ഇവിടെ പറയണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രോട്ടോടൈപ്പ് വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മെയിനിന് മുകളിലാണ്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുകളിലാണ് ഈ പിന്നെ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ. സോ ഇവിടെ സ്ട്രക്ട്, അപ്പോൾ ഏത് ടൈപ്പാണ്? സ്ട്രക്ചറിൻ്റെ ടൈപ്പാണ് സ്ട്രക്ട് എംപ്ലോയി ഇ. അപ്പം നമ്മൾ ഫംഗ്ഷൻ ഹെഡറിലും പ്രോട്ടോടൈപ്പിലും നമ്മൾ empty സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, അറേക്ക്. അപ്പം എംപ്ലോയി ഇ. ഓക്കെ. ഇ എന്നാണ് അറേയുടെ പേര് കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്പർ ഓഫ് എലമെൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ n എന്നും പറഞ്ഞും വേരിയബിളിൻ്റെ പേര് കൊടുത്തു. ഇനി ഐയും ജെയും നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫോർ ലൂപ്പ് അറേ നമ്മൾ പഠിച്ച സോർട്ടിങ് തന്നെയാണിത്. ഓക്കെ. അപ്പം സ്ട്രക്ട് എംപ്ലോയി ടി, ഒരു ടെമ്പററി വേരിയബിളും വേണം അല്ലേ, സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ തന്നെ ഒരു ടെമ്പററി ടൈപ്പും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ 2 ലൂപ്പിലേക്ക് പോയിട്ട് ഇഫ് ഇ ജെ ഡോട്ട് ടോട്ടൽ സാലറി, ഓക്കെ, ഇ ജെ ഡോട്ട് ടോട്ടൽ സാലറി ലെസ് ദാൻ ഇ ജെ പ്ലസ് 1 ടോട്ടൽ സാലറി, രണ്ടെണ്ണം തൊട്ടടുത്ത 2 എംപ്ലോയീസിൻ്റെ സാലറീസ് തമ്മിൽ കമ്പയർ ചെയ്തു. ടോട്ടൽ സാലറി കുറവാണ് എങ്കിൽ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടിയിലേക്ക്, ടെമ്പററിയിലേക്ക് ഞാൻ ഇ ഓഫ് ജെ എടുത്തു വെച്ചു. ഇ ഓഫ് ജെയിലേക്ക് ഇ ഓഫ് ജെ പ്ലസ് 1 കൊടുത്തു ചെയ്തു. ഇ ഓഫ് ജെ പ്ലസ് 1ലേക്ക് ടി സേവ് ചെയ്തു. അപ്പം അങ്ങനെ സ്വാപ്പിംഗ് നടക്കുകയാണ്. ഓക്കെ. ആ ടെമ്പററി യൂസ് ചെയ്തിട്ടുള്ള സ്വാപ്പിംഗ് ടെക്നിക്ക്. അപ്പം ഇത് ആ ലൂപ്പ് തീരുമ്പോഴത്തേക്കും എല്ലാ എലമെൻസും സോർട്ടഡ് ആയിരിക്കും. ഓക്കെ. നമ്മൾ പഠിച്ചതല്ലേ, ബബിൾ സോർട്ടിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അതേ മെത്തേഡ് തന്നെ ഇവിടെ ആ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേത് ഇൻറ്റിജർ യൂസ് ചെയ്താണ് നമ്മളത് ചെയ്തത്, അതിന് പകരം ഇവിടെ നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദാറ്റ്. ഓക്കെ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? റോൾ നമ്പർ, നെയിം, സിയുടെ മാർക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് n സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പിന്നെ n സ്റ്റുഡൻസിനെ ആവറേജ് പിന്നെ write a program in C to find the average mark obtained by the students in a class. അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും റീഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആവറേജ് മാർക്ക്, ഈ സിക്ക് കിട്ടിയ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം അറേ ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രക്ചർ നമ്മൾ എംപ്ലോയിഡ് ചെയ്തതുപോലെ തന്നെ അപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നെയിം, റോൾ നമ്പർ, ദെൻ മാർക്ക് ഫോർ സി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള 3 ഫീൽഡുകൾ അതിന് മെമ്പറാക്കി എടുത്തു. ഇനി അതിന് ഒരു 50 സ്റ്റുഡൻസിന് സ്റ്റോർ ചെയ്യാൻ കണക്കാക്കിയിട്ട് ഞാനിവിടെ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നൗ ഞാൻ ഫോർ ലൂപ്പിന് ഐ, ദെൻ n നമ്പർ ഓഫ് സ്റ്റുഡൻസിന് സം 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ. ഇതിന് ആവറേജ് കണ്ടുപിടിക്കണ്ടേ, അപ്പോൾ അതിന് സമ്മും കൂടി ഞാൻ 0 ആക്കി ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. ആവറേജിന് വേണ്ടിയിട്ട് ഫ്ലോട്ട് ഇട്ട് ആവറേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ n റീഡ് ചെയ്തു, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി ഒരു ലൂപ്പിൽ ഞാൻ ഇതിൻ്റെ നമ്പർ ഓഫ്, അപ്പം 3 ആണെങ്കിൽ 3 സ്റ്റുഡൻസിന് റീഡ് ചെയ്യും, 10 ആണെങ്കിൽ 10 സ്റ്റുഡൻസിന് റീഡ് ചെയ്യും. ഓക്കെ. sti.name, sti.roll number, sti.mark for c. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ട്രിങ് ആണെങ്കിൽ ഇവിടെ ആംപർസൻഡ് കൊടുക്കരുത്. ഓക്കെ. അത് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം നെയിമും റോൾ നമ്പറും മാർക്സും റീഡ് ചെയ്തു. ഇനി അതിനുശേഷം പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നെയിമും റോൾ നമ്പറും മാർക്കും നമ്മൾ ഇത് നേരത്തെ പോലെ ഒരു ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം ടാബ് സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലൂപ്പിൽ ഈ വാല്യൂസ് ഏതൊക്കെയാണ്? സ്ട്രിങ്, ഇൻറ്റിജറും അതായത് നെയിമും റോൾ നമ്പറും മാർക്സും പ്രിൻറ്റ് ചെയ്തു. അപ്പം പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓരോ പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്ത് പോയി. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് st of i ഡോട്ട് മാർക്ക് ഫോർ സി. അപ്പം
ഫസ്റ്റ് റോൾ നമ്പറിൻ്റെ ആളുടെ പ്രിൻ്റ് ചെയ്യുമ്പം അയാളുടെ മാർക്ക് സിയുടെ മാർക്കും കൂടെ സമ്മിലേക്ക് ആഡ് ചെയ്തു. അടുത്തയാൾ വരുമ്പോഴത്തേക്ക് അടുത്ത മാർക്കും കൂടെ ആഡ് ചെയ്തു, അടുത്തയാളുടെ മാർക്ക്, അങ്ങനെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് സമ്മിലേക്ക് ആഡ് ചെയ്തു. ഇനി ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ എൻ. ഓക്കെ, സം ബൈ എൻ, സം ഡിവൈഡഡ് ബൈ എൻ ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. ആവറേജ് മാർക്ക് എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3 ആണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നെയിം ചോദിച്ചു, ഞാൻ എ കൊടുത്തു, റോൾ നമ്പർ 1 ആൻഡ് മാർക്ക് 55. സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെത് ഞാൻ നെയിം BBB, റോൾ നമ്പർ 2 ആൻഡ് 77 മാർക്ക്. ഓക്കെ, തേർഡ് സ്റ്റുഡൻറ്റ് CCC, റോൾ നമ്പർ 3 ആൻഡ് മാർക്ക് 60. സോ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ടൈറ്റിൽ ഞാൻ മാർക്ക് ചെയ്തു, നെയിം, റോൾ ആൻഡ് മാർക്ക്, ആൻഡ് ഇവിടെ 3 പേരും അതുപോലെ റോൾ നമ്പേഴ്സ്, ദെൻ മാർക്സ്, ആവറേജ് മാർക്ക് 64. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് പ്രിൻറ്റഡ് ആൻഡ് ദിസ് ഈസ് ദെൻ പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്. ദെൻ സോ ഹിയർ നമ്മൾ യൂണിയൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ സ്ട്രക്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ, യൂണിയൻ്റെ ഒരു ഡെഫിനിഷൻ, രണ്ടിലും ഒരേ മെമ്പേഴ്സാണ്. കണ്ടോ, ക്യാരക്ടർ പിൻ കോഡ് 6, ഇൻറ്റ് ഏജ്, ഡബിൾ സാലറി. ക്യാരക്ടർ പിൻ കോഡ് 6, ഇൻറ്റ് ഏജ്, ഡബിൾ സാലറി. അപ്പം ക്യാരക്ടറിന് 6 ബൈറ്റ്സ്, ഇൻറ്റ് ഏജിന് 2 ബൈറ്റ്സ്, ഡബിളിന് 8 ബൈറ്റ്സ്. ഇവിടെ അതേപോലെ തന്നെ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് രണ്ടിൻ്റെയും ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പേഴ്സൺ പിയും എംപ്ലോയിയും ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സൈസ് ഓഫ് സ്ട്രക്ചർ പേഴ്സൺ ഞാൻ സ്ട്രക്ചറിൻ്റെ സൈസ് എടുത്തു, അതുപോലെ യൂണിയൻ്റെ സൈസും എടുത്തു. അപ്പം എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈസ് ഓഫ് എന്താണെന്നുള്ളത് ഞാൻ ആ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണ് സ്ട്രക്ചറിൻ്റെ സൈസ്? നമ്മൾ പഠിച്ച പ്രകാരം ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് സൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഉണ്ടായിരിക്കുമ്പോൾ ക്യാരക്ടർ ഇതിന് 6 സൈസാണ് ഇതിലുണ്ടാവുന്നത്. ഇതിന് 2ഉം ഇതിന് 8ഉം. അപ്പം 6 + 2 8, 8 + 8 16 ആയിരിക്കും സ്ട്രക്ചറിൻ്റെ സൈസായിട്ട് വരുന്നത്. ഇനി യൂണിയൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു അതിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം അത് സ്റ്റോറേജ് കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം സൈസുള്ള മെമ്പറിൻ്റെ ആയിരിക്കും അതിൻ്റെ സൈസായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ ഏതാണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത്? 8 അല്ലേ? അപ്പോൾ 8 ആയിരിക്കും ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 16ഉം 8ഉം ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത് ഇത്രയുമായിരുന്നു. ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.